ഹലോ, വെൽക്കം ടു ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എങ്ങനെ 4th സെമസ്റ്റർ എക്സാംസ് ഒക്കെ വരില്ലേ, എല്ലാവരും പഠിച്ചു തുടങ്ങിയോ? അപ്പോൾ ഫസ്റ്റ് എക്സാം ആയിട്ടുള്ള ജേർണി ത്രൂ ദ വേൾഡ് ഓഫ് പോയട്രി എന്നുള്ള പേപ്പറിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വേഗം റിവൈസ് ചെയ്ത് പോവാം കേട്ടോ. ഇതിൽ സമ്മറി ആയിട്ടൊന്നും കൊടുക്കില്ല എഴുതിയിട്ട്, പക്ഷേ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നന്നായി ശ്രദ്ധിച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ഒന്നുകൂടി വായിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഡാൻഡെ എഴുതിയ ലാ വിറ്റ നുവ എന്ന് പറയുന്ന ചാപ്റ്ററാണ് കേട്ടോ. ആദ്യം തന്നെ ഡാൻഡേനെ കുറിച്ചിട്ടുള്ള ഒരു പ്രൊഫൈൽ തരാം. ഡാൻഡെ ജനിച്ചത് ഫ്ലോറൻസ്, ഇറ്റലിയിലുള്ള ഫ്ലോറൻസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആളുടെ മേജർ വർക്ക്സാണ് ലാ വിറ്റ നുവ, ഡിവൈൻ കോമഡി, ഇതൊക്കെ കേട്ടോ. ആൾ ജനിച്ചത് ഫ്ലോറൻസിലാണെങ്കിലും കൂടിയിട്ട് ആളെ അവിടുന്ന് ബാനിഷ് ചെയ്യപ്പെടുന്നുണ്ട്. പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ് കാരണം ആ നാട്ടിൽ നിന്ന് ആളെ പുറത്താക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മേജർ തീംസ് ആയിരുന്നു ലവ്, ഡിവൈൻ ജസ്റ്റിസ്, മൊറാലിറ്റി. ഇങ്ങനെയുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ തീംസാണ് ആൾ മേജറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ഇനി ഞാൻ ആ പോയത്തിനെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഡാൻഡെ എഴുതിയ ഒരു മേജറായിട്ടുള്ള വർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഏത്, ലാ വിറ്റ നോവ. ഈ ലാ വിറ്റ നോവയുടെ അർത്ഥം എന്താണെന്നറിയോ? പുതിയ ജീവിതം എന്നാണ് കേട്ടോ അർത്ഥം. ഈ കൃതി പോയവും പ്രോസും രണ്ടും കൂട്ടിച്ചേർത്ത് എഴുതിയതാണ്. അതായത് പദ്യവും ഗദ്യവും ഒരുമിച്ചാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈ പോയിന്റ് ഓർത്ത് വെച്ചോട്ടോ, എസ്സേ എഴുതുമ്പോൾ ഉപകാരപ്പെടും. അതേപോലെ ഇത് ഡാൻഡെയുടെ ആദ്യത്തെ അല്ലെങ്കിൽ ഏർലി സ്റ്റേജസിലുള്ള പ്രോസിമെട്രം ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പ്രോസിമെട്രം എന്ന് പറഞ്ഞാൽ ഈ പദ്യവും ഗദ്യവും കൂടി എഴുതുന്നതിനാണ് പ്രോസിമെട്രം എന്ന് പറയുന്നത്. ഈ പ്രോസിമെട്രം, ഡാൻഡെയുടെ ഈ പ്രോസിമെട്രം 31 പ്രോസും 25 പോയും കൂടി കമ്പൈൻ ചെയ്യുന്നതാണ് കേട്ടോ. ഡാൻഡെയുടെ കൃതികളുടെ പ്രധാനപ്പെട്ട തീമാണ് ലവ്. ഈ ഒരു പോയത്തിലും ലവ് ആണ് മേജർ തീമായിട്ട് വരുന്നത്. ഇതിൽ ഡാൻഡെയുടെ ആത്മീയവും ശുദ്ധവുമായിട്ടുള്ള പ്രണയത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് ബിയാട്രിസ് എന്ന സ്ത്രീയോടുള്ള പ്രണയത്തെ പറ്റിയിട്ടാണ് കേട്ടോ വിവരിക്കുന്നത്. ഈ കവിതയിൽ ബിയാട്രിസിനെ ഡാൻഡെ ഒരു ഡിവൈൻ ഫിഗറായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കേട്ടോ. ഇനി നമുക്ക് പോയത്തിൻ്റെ വരികൾ ഒരു കഥ പോലെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു സോണറ്റ് തുടങ്ങണ തന്നെ പ്രണയത്തിൻ്റെ മധുരവേദന അനുഭവിക്കുന്ന എല്ലാവരോടും കൂടിയിട്ടാണ് ഡാൻഡെ പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം സംസാരിക്കുകയാണ്. ഈ പ്രണയം എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഒന്നുമില്ല. ഇതിൽ 2 ഇമോഷൻസ് വരുന്നുണ്ട്. അതായത് എപ്പോഴും ഹാപ്പിനെസ് മാത്രമല്ല, അതിൻ്റെ ഇടയിൽ കൂടെ സാഡ് വരുന്നുണ്ട്. അങ്ങനത്തെ കുറേ ഇമോഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഡാൻഡെ പ്രണയത്തെ വിവരിക്കുകയാണ്. ഈ ഒരു പ്രേമം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷം നിറഞ്ഞു നിൽക്കുന്നതല്ല, ദുഃഖം എന്ന ഇമോഷൻ കൂടി കലർന്നു നിൽക്കുന്ന ഒന്നാണെന്ന്. അങ്ങനെ ഡാൻഡെ വായനക്കാരോട് റിക്വസ്റ്റ് ചെയ്യാണ്, എൻ്റെ കവിത വായിക്കുന്ന എല്ലാവരും കരുണയോടെയും അതേപോലെ തന്നെ വരികൾ മനസ്സിലാക്കിയും വായിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ. ഡാൻഡെ ലവ് എന്ന ഇമോഷനെ ഒരു ദൈവിക ശക്തിയായിട്ടാണ് കേട്ടോ ചിത്രീകരിക്കുന്നത്. അതായത് ലവ് എന്നതിനെ അദ്ദേഹം ഒരു ദൈവിക ശക്തിയായിട്ട് എന്ത് ചെയ്യുന്നു, പേഴ്സോണിഫൈ ചെയ്യാണ്. അങ്ങനെ ഡാൻഡെ ഉറങ്ങുകയാണ്. അതിൻ്റെ ഇടയിൽ ആളൊരു സ്വപ്നം കാണുന്നുണ്ട്. ലവ് എന്ന ഇമോഷൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെ ലവ് ഭയങ്കര സന്തോഷമുള്ള ഒരാളായിട്ടാണ് ആദ്യം തന്നെ വരുന്നത്. ഈ ലവിൻ്റെ കയ്യിൽ ഡാൻഡെയുടെ ഹൃദയം ഇരിക്കുന്നുണ്ട്. ഡാൻഡെയുടെ ലവ് അത്രയും പ്യുവറും ശക്തവുമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലവിൻ്റെ കയ്യിൽ ആ ഹൃദയം ഇരിക്കുന്നതായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഡാൻഡെയുടെ അരികിൽ ഡാൻഡെയുടെ ലവറായിട്ടുള്ള ബിയാട്രിസ് ഉറങ്ങാണ്. ബിയാട്രിസ് ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ ഈ ലവ് ബിയാട്രിസിനെ തട്ടി ഉണർത്തുകയാണ് കേട്ടോ. ബിയാട്രിസിനെ തട്ടി ഉണർത്തിയതിന് ശേഷം ലവ് പറയാണ്, ഈ ഹാർട്ട് നീ കഴിക്കുക. അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഡാൻഡെയുടെ ഹാർട്ട് ഉണ്ടല്ലോ ഈ ലവിൻ്റെ കയ്യിൽ, അത് കഴിക്കാൻ പറയാണ്. അപ്പോൾ ബിയാട്രിസ് പേടിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹാർട്ട് കഴിക്കുന്നുണ്ട്. ഇനി എങ്ങാനും ഈ ലവ് ബിയാട്രിസിനെ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള ഭയത്തിലാണ് ആര് കഴിക്കുന്നത്, ബിയാട്രിസ് ഈ ഹാർട്ട് കഴിക്കുന്നത്. അങ്ങനെ ഈ ലവ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഭാവിയിൽ അനുഭവിക്കുന്ന വേർപാടിൻ്റെ ഒക്കെ ദുഃഖത്തെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. ഇത് ബിയാട്രിസിൻ്റെ മരണത്തെ മുൻകൂട്ടി സൂചിപ്പിക്കുന്നതായിട്ടും കണക്കാക്കുന്നുണ്ട് കേട്ടോ. ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ലവ് എപ്പോഴും സന്തോഷം മാത്രം തരുന്ന ഒന്നല്ല, അതിൽ നമുക്ക് ദുഃഖവും ഒക്കെ ഉണ്ട്. ദുഃഖം, വേർപാട്, അങ്ങനത്തെ എല്ലാം അതും ഉണ്ട് എന്ന് ഡാൻഡെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ചാപ്റ്റർ. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഒരു റിക്വസ്റ്റും കൂടി ഉണ്ട്, ഏതൊക്കെ പാഠാണ് വേണ്ടത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.